സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസി ഡോക്ടർ കെ ശിവപ്രസാദ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് SFIയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസമാണ് മുൻ ചാൻസലർ കൂടിയ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നിയമനങ്ങൾ അനധികൃതമാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പക്ഷേ 28-ാം തീയതി വരെ ഈ 28-ന് ശിവപ്രസാദിൻ്റെയും സിസ ജേക്കബിൻ്റെയും കാലാവധി അവസാനിക്കുന്നതിനാൽ തൽക്കാലം നിയമനം റദ്ദ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മാനസ, വലിയ തരത്തിലുള്ള പ്രതിഷേധം, കാരണം 28-ാം തീയതി വരെയാണ് ശിവപ്രസാദിന് കാലാവധി ഉള്ളത്. പക്ഷേ കോടതി പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് റദ്ദ് ചെയ്തത്. ഫലത്തിൽ അനധികൃതമായി തുടരുകയാണ് ശിവപ്രസാദ്. അതുകൊണ്ട് തന്നെയാണ് SFIയുടെ പ്രതിഷേധം. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസി ശിവപ്രസാദ് തൽസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. വലിയ തരത്തിലുള്ള പ്രതിഷേധം. കഴിഞ്ഞ ദിവസമാണ് മുൻ ഗവർണർ ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നിയമനങ്ങൾ, 2 താൽക്കാലിക വിസി നിയമനവും അനധികൃതമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇപ്പോൾ മാനസ മനോജ് ചേരുകയാണ്. മാനസ, വലിയ തരത്തിലുള്ള താൽക്കാലിക വിസിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. അന്യായമായി അനധികൃതമായി തുടരുന്ന ശിവപ്രസാദ് രാജിവെക്കണമെന്നാണ് SFI ആവശ്യപ്പെടുന്നത്, അല്ലേ? ഹൈക്കോടതിയുടെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. നിയമനം ചട്ടവിരുദ്ധമായാണ് നടത്തിയത് എന്നതുൾപ്പെടെയുള്ള പരാമർശമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ APJ സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി വരികയാണ്. തന്നെ സമരത്തിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി. സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ താൽക്കാലിക വിസിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നു വരുന്നത്. സംഭവം ഈ ഒരു സമരം നടത്താൻ ഇടയാക്കിയ കാരണം ഇത്തരത്തിൽ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനെ തുടർന്നുണ്ടായ താൽക്കാലിക വിസി നിയമനം അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ ആവശ്യങ്ങൾ ഉയർന്നതാണ്. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഒരു പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി നടത്തിയ നിയമനം ശരിയല്ല എന്ന ഉത്തരവായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ താൽക്കാലിക വിസി ഡോക്ടർ കെ ശിവപ്രസാദാണ്. നിലവിൽ 27 വരെയാണ് ഈ താൽക്കാലിക വിസിയുടെ കാലാവധി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ പെട്ടെന്ന് ഉള്ള ഒരു മാറ്റം സാധ്യമല്ല എന്ന സാഹചര്യം കണക്കിലെടുത്ത് കോടതി തന്നെ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ 27-ന് ശേഷം സർക്കാർ പ്രതിഷേധം. മുൻ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച 2 താൽക്കാലിക വിസിമാർ, സാങ്കേതിക സർവകലാശാല വിസി ശിവപ്രസാദിൻ്റെ രാജി ആവശ്യപ്പെട്ട് ഇപ്പോൾ SFI വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഈ നിയമനങ്ങൾ അനധികൃതമാണ് എന്ന് വ്യക്തമാക്കിയത്. 28-ാം തീയതി വരെ ഇരുവർക്കും കാലാവധി ഉള്ളതുകൊണ്ട് നിയമനങ്ങൾ റദ്ദ് ചെയ്യുന്നില്ല എന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഫലത്തിൽ ഇവർ അനധികൃതമായി തന്നെയാണ് തുടരുന്നത് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ച് സാങ്കേതിക സർവകലാശാല വിസി താൽക്കാലിക വിസി ശിവപ്രസാദ് രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം അരങ്ങേറുന്നത്. മനസ്സ, വലിയ തരത്തിലുള്ള പ്രതിഷേധം, കോലം അടക്കം കത്തിക്കുകയാണ്. വിസി സ്ഥലത്തുണ്ടോ നിലവിൽ? നിലവിൽ വിസി സർവകലാശാലയ്ക്കകത്താണ് ഉള്ളത്. രാവിലെ തന്നെ സ്ഥലത്ത് എത്തി. ഇപ്പോൾ സർവകലാശാലയ്ക്കകത്താണ് ഉള്ളത് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. രാവിലെ 9 മണിയോടുകൂടി വിസി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്പസമയം മുൻപാണ് SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ സമരവുമായി സർവകലാശാല ആസ്ഥാനത്ത് പ്രവർത്തകർ എത്തിയത്. നിലവിൽ ഇപ്പോൾ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ പ്രസ്താവന പ്രകാരം ഇത്തരത്തിൽ താൽക്കാലിക വിസിയുടെ നിയമനം റദ്ദ് ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ നിയമവിരുദ്ധമായി തുടരുന്ന
താൽക്കാലിക VC രാജിവെച്ച് പുറത്തു പോകണമെന്ന ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് SFI ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ സർക്കാർ ശുപാർശ ചെയ്യുന്ന UGC യോഗ്യതയുള്ളയാളെയാണ് താൽക്കാലിക VC ആയി നിയമിക്കേണ്ടതെന്ന് സാങ്കേതിക സർവകലാശാല നിയമം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിന് വിരുദ്ധമായാണ് മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചത്. അതിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ താൽക്കാലിക VC ആയി ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിച്ചതും. ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി തുടരുന്ന VC ഉടൻ തന്നെ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഈ സ്റ്റുഡൻസ് യൂണിയൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇതിന് വിരുദ്ധമായ ചാൻസലറുടെ, അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ 2024 കഴിഞ്ഞ വർഷത്തെ വിജ്ഞാപനം ആണ് ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സർക്കാർ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം താൽക്കാലിക VC നിയമിക്കേണ്ടതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതും മറികടന്നാണ് ഗവർണർ ഇത്തരത്തിൽ അതായത് മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിലൊരു നിയമനം നടത്തിയിരിക്കുന്നത്. ഇനി ഏതായാലും 27 വരെയാണ്